നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. എല്ലായിടത്തും വലിയ മഴയാണ് സർ. കാലാവസ്ഥ ഗംഭീരമായി പ്രതികൂലമായിട്ട് മറ്റൊരു പ്രളയത്തിലേക്ക് എത്തുമെന്നുള്ള പേടിയിലൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാമോ എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്തെങ്കിലാണെങ്കിലും ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ പോകാൻ മുന്നോട്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഈ ഒരു വിഷയം എടുത്തിരിക്കും. സർ, എവിടെ നോക്കിയാലും NH, കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. NH തകർന്നുകൊണ്ടിരിക്കുന്നു, അവിടെ തകരുന്നു, ഇവിടെ തകരുന്നു എന്നുള്ള വാർത്തകൾ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഒരാഴ്ച മുൻപൊക്കെ ഫ്ലെക്സ് വിപ്ലവം നടത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അയാളുടെ മരുമകനായിട്ടുള്ള റിയാസ് എന്ന് പറയുന്ന ചങ്ങാതിയും മന്ത്രിയും കൂടി കൊണ്ട് ഫ്ലെക്സിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഇവിടുത്തെ റോഡുകളുടെ ഉദ്ഘാടനം, റോഡുകൾ ഉണ്ടാക്കിയത് ഞങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ റോഡ് തകർന്നപ്പോ ഇവന്മാരെ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർജി, BJP സംസ്ഥാന അധ്യക്ഷൻ, തകർന്ന റോഡുകളൊക്കെ നേരിട്ട് പോയി ഈ പ്രതികൂല സാഹചര്യത്തിലും പോയി സന്ദർശിക്കുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സർ ഈ ഒരു തകർച്ചയെ കാണുന്നത്? ഇത് തകർച്ചയാണോ അതോ ആരെങ്കിലും തകർക്കുകയാണോ? എങ്ങനെയാണ് സാർ അത് നോക്കിക്കാണുന്നത്? ഈ വസ്തുത ശരിക്കും മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ റോഡ് തകർന്നത് എന്ന് വളരെ വ്യക്തമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ത്യ മുഴുവൻ ഹൈവേകൾ നിർമ്മിക്കുന്ന സർക്കാർ ഏജൻസിയാണ്. ഇന്ത്യയില് കേരളത്തിൽ മാത്രമാണ് നിർമ്മിച്ച ഉടൻ തന്നെ അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ 2 മഴ പെയ്തപ്പോഴേക്കും ഇത്ര ഭീകരമായ രീതിയിൽ ഈ ഹൈവേ തകർന്നു വീഴുന്നത്. ഇത് കേരളത്തിന് പുറത്ത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? കേരളത്തിന് പുറത്ത് ഇതിനേക്കാൾ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഗോവയുണ്ട്, കൊങ്കൺ റൂട്ടുകളുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ അതിഭീകരമായ ഹിമാലയൻ മലനിരകൾ. അവിടെയൊക്കെ ഈ നാഷണൽ ഹൈവേ നിർമ്മിക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നു? ഇത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകരുതാത്ത ചില വസ്തുതകൾ ഞാൻ സൂചിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഹൈവേ നിർമ്മിക്കാനായി കേന്ദ്ര ഹൈവേ അതോറിറ്റി, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി, ഒരു അലൈൻമെന്റ് ആദ്യം തന്നെ ഉണ്ടാക്കി. ഈ അലൈൻമെന്റ് അനുസരിച്ചുള്ള പരസ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നാഷണൽ ഹൈവേ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് നാഷണൽ ഹൈവേ കടന്നു പോകേണ്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി. ഇത് അടയാളപ്പെടുത്തുന്ന സമയത്ത് വൻതോതിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. അതിന്റെ ഒക്കെ പിറകിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ അലൈൻമെന്റ് അതേപടി മാറ്റി 2ാമത്തെ അലൈൻമെന്റ് കൊണ്ടുവന്നു. അതായത് വേറൊരു സ്ഥലത്ത് കൂടെ നാഷണൽ ഹൈവേ നിർമ്മിക്കാൻ വേണ്ടി പുതിയ ഒരു പാത, പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചു. 2ാമത്തെ അലൈൻമെന്റ് പ്രഖ്യാപിച്ചു. അതിന്റെ രൂപരേഖകൾ പുറത്തു വന്നു. ആദ്യത്തേതിനേക്കാൾ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭണം വന്നു. അവിടെ വ്യാപാരികൾ, അതുപോലെ തന്നെ നാട്ടുകാർ, പൊതുസ്ഥാപനങ്ങൾ, വലിയ പ്രശ്നമായിരുന്നു. എന്ത് സംഭവിച്ചു? 2ാമത്തെ അലൈൻമെന്റും മാറ്റേണ്ടി വന്നു. അങ്ങനെ 2ാമത്തെ അലൈൻമെന്റും മാറ്റി. പിന്നെ 3ാമത്തെ അലൈൻമെന്റ് വരുമ്പോ, ഈ 3ാമത്തെ അലൈൻമെന്റ് എതിലെയാണ്? അത് ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി, വയലുകളിൽ കൂടി, പാടങ്ങളിൽ കൂടി, ചതുപ്പ് നിലങ്ങളിൽ കൂടി, അങ്ങനെ ഒന്നിനും കൊള്ളാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പാത നിർമ്മിക്കാൻ ഒട്ടും അനുയോജ്യമല്ലാത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ ഈ പാത നിർമ്മിക്കേണ്ട ഗതികേട് വന്നു. ഇത് കേരളത്തിൽ മാത്രം ഉണ്ടായ സംഭവമാണ്. ഇതെല്ലാവരും സൗകര്യപൂർവ്വം മറക്കുകയാണ്. വയൽക്കിളികളുടെ സമരമൊക്കെ ഇപ്പൊ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെല്ലാം സമരങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാകുമ്പോഴും ഇവിടെ തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങൾ എന്താണ്? പിണറായി വിജയൻ പറഞ്ഞ കാര്യം എന്തെക്കാൾ ഉപരി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇത് നിയമസഭാ രേഖകളിൽ ഉള്ള കാര്യമാണ്, തെളിവുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എല്ലാ ജോലികളും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഈ മേൽനോട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പണികൾ വേഗത്തിൽ തീർക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി എല്ലാ ദിവസത്തിൽ ഒരു മീറ്റിംഗ് എങ്കിലും വെച്ച് കൂടുന്നുണ്ട്. കൂടാതെ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ നാഷണൽ ഹൈവേയുടെ പണിയുടെ തുടർന്നോളൂ സാർ. നെറ്റ് കട്ടായോ അതോ? കറണ്ട് പോയതാണ്. ഇപ്പോ ശരിയായി. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ, അതായത് കേരളത്തിന്റെ
പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഈ ഹൈവേ ജോലിയോടൊപ്പം എപ്പോഴും ഉണ്ട്. അതായത് എല്ലാ ദിവസവും മീറ്റിംഗ് നടക്കുന്നു. ഇതുകൂടാതെ 15 ദിവസത്തിലൊരിക്കൽ അവലോകന യോഗം നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹൈവേ പണിയുടെ കാര്യത്തിൽ വേണ്ട എല്ലാ ഇടപെടലുകളും പിന്തുണയും ഞങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് ഈ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുന്ന ആ ഗവൺമെന്റ് ഇതിനപ്പുറം ഒരു സ്റ്റെപ്പും കൂടെ എടുത്തു. അതും തെളിവാണ്. സർക്കാരിന്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നു, കാസർഗോഡ് ജില്ലാ കളക്ടർ അദ്ദേഹം പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, നാഷണൽ ഹൈവേയുടെ പണികൾ മഴക്കാലത്ത്, മൺസൂൺ കാലത്ത് തടസ്സപ്പെടുകയോ അത്യാഹിതങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഒരുക്കി നിർത്തുവാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ കളക്ടറുടെ അറിയിപ്പാണ്. അപ്പൊ ജില്ലാ കളക്ടർ ഇടപെടുന്നു. എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ അതിന് മുൻകരുതൽ എടുക്കുന്നു. അങ്ങനെ സംസ്ഥാന മാസകലം ജാഗ്രതയോടുകൂടി സംസ്ഥാന വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും അതിനു പുറമെ ജില്ലാ കളക്ടർമാരും എല്ലാവരും സജീവമായി പങ്കെടുത്ത ഒരു പദ്ധതിയാണ് ഇത്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല, സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. ഇതിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വേറെ. അപ്പോൾ ഇത്രയേറെ മേൽനോട്ടങ്ങൾ നടന്ന ഒരു വർക്കാണ് എങ്കിൽ ആ വർക്കിൽ എന്താണ് നടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും അന്വേഷണം നടത്തേണ്ട കാര്യം തന്നെയാണ്. അതായത് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങളിൽ ഗുണമേന്മ ഉറപ്പുവരുത്താൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സാധിക്കില്ല എങ്കിൽ ഞങ്ങൾ അത് ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുകയും മേൽനോട്ടം വഹിക്കുകയും എല്ലാ ദിവസത്തിൽ ഒരു മീറ്റിംഗ് നടത്തുകയും 15 ദിവസത്തിലൊരിക്കൽ അവലോകന യോഗം നടത്തുകയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും സെൽഫി എടുക്കുകയും സ്ഥലം സന്ദർശിക്കുകയും അതിനുവേണ്ടി കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിനെ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി ആ വിഷയം നിയമസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാകാതെ സംസ്ഥാന ഗവൺമെന്റ് കണ്ണിലെണ്ണ ഒഴിച്ചു കാത്തിരുന്നു എങ്കിൽ ഈ ന്യൂനത ഉണ്ടായപ്പോൾ അതിന്റെ ചുമതല ആർക്കാണ്? എന്തുകൊണ്ടാണ് ഫ്ലെക്സും എടുത്തുകൊണ്ട് ഓടിയത്? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പറയാത്തത്? അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സമഗ്രമായ അന്വേഷണം നടത്തണം. ആരാണ് ഇത് അട്ടിമറിച്ചത്? എന്തുകൊണ്ടാണ് ഇതിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയത്? അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഹൈവേ നിർമ്മാണത്തെ നയിച്ചതിന്റെ പിറകിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ്? കാരണം കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. കേരളത്തിന് പുറത്തുള്ള നാഷണൽ ഹൈവേയിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് അതീവ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട വിഷയമാണ് ഇത്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം കേരളത്തിലുള്ള ഏജൻസികൾ നടത്തിയാൽ പോരാ. കേരളത്തിലെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാലും കേരളത്തിലെ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇന്റലിജൻസ് ടീമിനെ വെച്ചാലും മറ്റാര് തന്നെ അന്വേഷിച്ചാലും അതൊക്കെ പിണറായി വിജയന്റെ ഏജൻസികളായിരിക്കും. അതുകൊണ്ട് സത്യം പുറത്തു വരില്ല. അതുകൊണ്ട് കേന്ദ്രം തന്നെ ഇതിന് മുൻകൈ എടുത്തിട്ട് ഇവിടെ ഈ ഒരു വലിയ തകർച്ചയ്ക്ക് കാരണം എന്താണ്, ആരാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരണം. അതിനുശേഷം ഇനി നടത്താൻ പോകുന്ന ജോലികളിൽ എന്റെ വ്യക്തമായ അഭിപ്രായം ഞാൻ പറയുകയാണ്, സംസ്ഥാന ഗവൺമെന്റിന് തൊടിയിക്കാൻ പാടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു മേൽനോട്ടവും പാടില്ല, ഒരു ഇടപെടലും പാടില്ല. കേന്ദ്രം എന്ത് നിശ്ചയിക്കുന്നോ അത് അതേപടി നടപ്പാക്കാൻ അതിശക്തമായ നടപടികൾ എടുത്താൽ മാത്രമേ ഒളിഞ്ഞു വീഴാത്ത ദേശീയപാത കേരളത്തിന് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെയും പൊതുമരാമത്ത് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വകുപ്പിനെയും തൊടിയിക്കാതെ വേണം ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെയായിരിക്കും ഫലം. നാഷണൽ ഹൈവേ നമുക്ക് വെറും ഒരു മരിപ്പറ്റയായി മാറുകയും ചെയ്യും. സാർ, നമ്മൾക്കറിയാം ഊരാളുങ്കൽ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് ലേബർ സൊസൈറ്റിയെ കുറിച്ചൊക്കെ. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ സാധാരണക്കാരൊക്കെ കാണുന്നതാണ് ULLC എന്ന് ഇവരുടെ എല്ലാ ഉപകരണത്തിന്റെയും വാഹനങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവരുടെ ഒരു പങ്കാളിത്തം കൂടി പറയേണ്ടതുണ്ട് സാർ. കാരണം ഒരു കമ്പനിയെ തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി എന്നുള്ള വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഊരാളുങ്കലുമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് സാർ ബന്ധമുള്ളത്? ഇവർക്ക് ഈ NH-മായിട്ട് എന്താണ് സാർ ബന്ധമുള്ളത്? ഊരാളുങ്കൽ സൊസൈറ്റി NH-ന്റെ ചില ഭാഗങ്ങളുടെ നിർമ്മാണങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ഘടകം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് തുടങ്ങിയത് ഒരു ഹൈന്ദവ സ്വാമിയാണെങ്കിലും
പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് കോൺഗ്രസ് ആണെങ്കിലും ഇപ്പൊ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് CPM ആണ്. ഇപ്പൊ CPM-ന്റെ ഒരു അനുബന്ധ ഘടകം തന്നെയാണ് ഊരാളുങ്കൽ. അത് സർക്കാരിന്റെ ഫണ്ട് ഊരാളുങ്കലിലേക്ക് അനുവദിച്ച് ഊരാളുങ്കലിൽ നിന്ന് ആ ഫണ്ട് CPM അടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്. അപ്പോൾ ആ തട്ടിപ്പും അന്വേഷണ വിധേയമാക്കണം. ഊരാളുങ്കല് ഈ നാഷണൽ ഹൈവേ പണിയിൽ എന്തായിരുന്നു ബന്ധം, അവരിതിൽ എപ്രകാരമൊക്കെ ഇടപെട്ടു എന്നുള്ള കാര്യവും പഠന വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോഴായിരിക്കും സത്യം പൂർണ്ണമായും പുറത്തു വരിക. മാന്യപ്രേക്ഷകരെ, ദേശീയപാത തകർന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇമോജി ഇട്ടുകൊണ്ട് ആഘോഷമാക്കുന്ന കുറെ കൂട്ടർ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അവരുടെ പേരിന്റെ പ്രത്യേകത നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല അവരുടെ പ്രൊഫൈലിൽ കമ്മ്യൂണിസം ഉണ്ടായിരിക്കും, SDPIസം ഉണ്ടായിരിക്കും, ഇത്തരത്തിലും ഈ കോൺഗ്രസിസം ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ രാജ്യം എത്രത്തോളം 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച കോൺഗ്രസിന്റെ ആ ഇസമൊക്കെ ഇന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ നഷ്ടത്തിൽ അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ദേശീയപാത എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു കോമഡിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും അതിന് പിറകിൽ കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ ദേശീയപാതകൾ തുടർച്ചയായി തകരുന്നുണ്ടെങ്കിലും അതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ ആരൊക്കെയെന്ന് നമ്മൾ പറയാതെ തന്നെ ലോകം അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ദേശീയപാത തകരുകയല്ല തകർക്കപ്പെടുക തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു ചർച്ച വിരൽ ചൂണ്ടുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും സാറിന്റെ ആ ഒരു സമയത്തിന്റെ പരിമിതിയിൽ പോലും ഒരു 10 മിനിറ്റ് 11 മിനിറ്റ് ഈ ഒരു വിഷയം വിശദീകരിക്കണം എന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് സാർ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് വരാം. ഈ തൽക്കാലം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.